നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ഹൈപ്പ് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുതൽ നമ്മൾ കണ്ടതാണ്. ഈ ഹൈപ്പ് എക്സ്ട്രാ ഹൈപ്പാണ്. അതായത് ഇതാ നരേന്ദ്രമോദി വരുന്നു, തങ്ങളുടെ പ്രോമിസാണ്, മോദിയെ 45 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരും. 45 ദിവസമൊന്നും എടുത്തില്ല, 27 ദിവസം കഴിഞ്ഞപ്പോൾ മോദി തിരുവനന്തപുരം സന്ദർശിച്ചു. നന്ദിപൂർവ്വം വോട്ടർമാരെ താണു വണങ്ങി. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്ന പുത്തരിക്കണ്ടം മൈതാനിയിലെ പാർട്ടി വേദിയുടെ മധ്യത്തിൽ വന്ന് 3 പ്രാവശ്യം ജനങ്ങളോട്, അവിടെ കൂടിയിരുന്നത് പാർട്ടി നേതാക്കളും സാമാജികരുമൊക്കെയാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു വന്ന കോർപ്പറേഷൻ വാർഡ് കൗൺസിലേഴ്സും അതുപോലെ പാർട്ടി നേതാക്കളും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ സാധാരണ പ്രവർത്തകരുമായ ഒരു 25,000-ഓളം പേരാണ് അവിടെ കൂടിയിരുന്നത്. ആ സദസ്സിനെ താണു വണങ്ങി നന്ദി അറിയിച്ചു. നല്ല കാര്യം. മോദി ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു ഹംബിൾ സിമ്പിൾ ബിഗിനിങ് ആയിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ത്യയിലുണ്ടായത്. അതിന് 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 80-ൽ രൂപീകരിച്ച പാർട്ടി കാര്യമായി മത്സരിക്കുന്നത്. അന്ന് രാജീവ് ഗാന്ധിക്ക് അനുകൂലമായി ഉണ്ടായ, ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൻ്റെ തേരിലേറി ചിറകിലേറി കോൺഗ്രസ് പാർട്ടി 414 സീറ്റുകളാണ് ലോക്സഭയിൽ നേടിയത്. BJP കേരളം കേവലം 2 സീറ്റിലേക്ക് ഒതുങ്ങി. അതായിരുന്നു ഹംബിൾ ബിഗിനിങ്. ഗുജറാത്താണ് BJPക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സംസ്ഥാനം. പക്ഷെ ഗുജറാത്തിലും പ്രധാനപ്പെട്ട 2 കക്ഷികൾ, കോൺഗ്രസ് പാർട്ടിയും ജനതാദൾ, അന്നത്തെ സോഷ്യലിസ്റ്റുകളൊക്കെയുള്ള ജനതാദൾ, ഈ 2 പാർട്ടികളാണ്. മൊറാർജി ദേശായി ഉൾപ്പെടെ BJP പാരമ്പര്യത്തിൽ വന്നയാളല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലൂടെ കടന്നു വന്ന് പിന്നീട് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് നിന്ന് ജനതാ പാർട്ടി രൂപീകരണ സമയത്ത് പ്രധാനമന്ത്രിയായ ആളാണ്. ഇവിടെ ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് നഗരം, ഗാന്ധിനഗർ ആണ് അഹമ്മദാബാദ് വലിയ പട്ടണത്തിൽ. ആ പട്ടണത്തിൽ ആദ്യമായി BJP കോർപ്പറേഷൻ ഭരണത്തിലെത്തുന്നത് 1987-ലാണ്. അമിത്ഷാ അന്ന് വളരെ ചെറുപ്പമാണ്. അതിൻ്റെ ചുമതലയുള്ള, നഗരത്തിന് ചുമതലയുള്ള, പ്രചരണത്തിന് ചുമതലയുള്ള ആളുമായിരുന്നു. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഗുജറാത്തിൽ 87-ൽ സംഭവിച്ചത് തിരുവനന്തപുരത്ത് 2026-ൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 26 ഒരു നിർണായക വർഷമാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്ന 25 അവസാനം അല്ലെങ്കിൽ 26 മുതൽ BJPക്ക് കേരളത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പിന്നീട് ഗുജറാത്തിൽ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇടയ്ക്ക് സർക്കാരുകൾ മാറി വന്നു. പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം BJPയെ ഗുജറാത്തിൽ അൺസീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് മോദിയുടെ റെറ്ററിക്. അതിനർത്ഥം മോദി ഇവിടെ വന്നത് തിരുവനന്തപുരം നഗരത്തിലെ ആളുകളോട്, വോട്ട് ചെയ്ത ആളുകളോട് നന്ദി പറയാൻ മാത്രമല്ല, ഒരു ഉഗ്രൻ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ കൂടിയാണ്. ജനം എന്താണ് പ്രതീക്ഷിച്ചത്? ഒരു വലിയ രാഷ്ട്രീയ പ്രഭാഷണം. അത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് മോദിയോളം താരമൂല്യമുള്ള ഒരു പ്രചാരകൻ വേറെ ഇല്ല ഒരു പാർട്ടിയിലും. രാഹുൽ ഗാന്ധി പോലും മോദി ആകർഷിക്കുന്ന അത്രയും വലിയ ജനക്കൂട്ടത്തെ പലപ്പോഴും ആകർഷിക്കാറില്ല. കോൺഗ്രസിന്റെ തട്ടകങ്ങളിൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷേ പാൻ ഇന്ത്യ നിലവിൽ ഇപ്പോൾ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന നേതാവ് മോദി തന്നെയാണല്ലോ. ആ ഒരു കാര്യം ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. നോക്കൂ, അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് ആരെയൊക്കെയാണ്? LDFനെയും UDFനെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തു. ഒരുപക്ഷെ മോദി UDFനെ വല്ലാതെ പേടിക്കുന്നു എന്ന ഒരു സൂചനയാണ് കാണുന്നത്. കാരണം UDF ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ, ന്യൂനപക്ഷ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു വോട്ട് ബാങ്കിനെ, മുസ്ലിം ലീഗിൻ്റെ പ്രഭാവത്തെ വല്ലാതെ ആശ്രയിക്കുന്നു. അത് ചില ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് LDF കരുതുന്നത് പോലെ BJPയും കരുതുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാവാം ഒരുപക്ഷെ MMC, അതായത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന ഒരു നാമകരണം കോൺഗ്രസ് പാർട്ടിക്ക് നൽകുകയാണ്. എങ്ങനെയാണ് മാവോവാദി വന്നതെന്ന് എനിക്കറിയില്ല. നക്സൽ പ്രസ്ഥാനങ്ങളും മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ തീവ്ര റാഡിക്കൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതൊക്കെ കേരളത്തിൻ്റെ മണ്ണിൽ വേരോട്ടം ഉണ്ടായിരുന്നതാണ്. 70കളിലും ഒക്കെ കാര്യമായി ഉണ്ടായിരുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാര്യമായ പോരാട്ടങ്ങളൊന്നും, നക്സൽ ആക്രമണങ്ങളോ നക്സൽ വിരുദ്ധ വേട്ടയോ ഒന്നും കാര്യമായി വാർത്തകളിൽ വരാതിരിക്കുന്ന കേരളത്തിൽ
എങ്ങനെയാണ് മാവോയിസ്റ്റുകളെ കോൺഗ്രസിനോടൊപ്പം ചേർക്കുക, ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന മോദിയെ കണ്ടു. അത് ഇടതുപക്ഷം മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്ന അതേ ആർജവത്തിൽ മോദി. അത് സ്വാഭാവികമാണ്. BJP മുസ്ലിം ലീഗിനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഏത് പാർട്ടിയാണ് ആക്രമിക്കുക എന്നതാണ്. അപ്പം ഇവിടെ ന്യൂനപക്ഷങ്ങൾ അത് കൊണ്ടുപോകും. പക്ഷെ ഒരു താക്കീത് കൂടി നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കണം. അതുകൊണ്ട് കർശനമായ മുസ്ലിം ലീഗ് വിരുദ്ധത, മാവോവാദി തീവ്ര റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റാഡിക്കൽ കമ്മ്യൂണിസവും CPM തമ്മിൽ യാതൊരു ബന്ധവുമില്ല. CPM ഇപ്പോൾ വളരെ മൈൽഡായി വന്നിരിക്കുക. കമ്മ്യൂണിസ്റ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ പാർട്ടിക്ക്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും CPM-നും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം കോർപ്പറേറ്റ് നയങ്ങളിൽ ഉൾപ്പെടെ കാര്യമായ കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിത്വം CPM-ന് ഇല്ലാത്തത് കൊണ്ട് ഒരു ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് മോഡലിലാണ് ഏതാണ്ട് എല്ലാ പാർട്ടികളും ഇന്ത്യയിൽ ഇപ്പോൾ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും വിഭിന്നമല്ല എന്നോർക്കണം. പക്ഷേ മോദി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഒരു സാംസ്കാരികമായ ഒരു സന്ദേശമാണ് പ്രഭാഷണത്തിൻ്റെ ആദ്യം തന്നെ ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞത് എന്താണ്? ഇത് അനന്തപത്മനാഭൻ്റെ മണ്ണാണ്, പത്മനാഭസ്വാമിയുടെ മണ്ണാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരഹൃദയം. അപ്പോൾ പത്മനാഭൻ്റെ മണ്ണ്, തിരുവിതാംകൂർ മൊത്തം തന്നെ പത്മനാഭദാസനായിട്ടാണല്ലോ അറിയപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനത്തിലൂടെ ഉടവാൾ പത്മനാഭന് അടിയറ വെച്ചതിന് ശേഷം ഭരണം തുടർന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു പരമ്പര. അതിനുശേഷമാണല്ലോ ജനാധിപത്യ ഭരണമൊക്കെ വന്നത്. അതുകൊണ്ട് പത്മനാഭൻ്റെ മണ്ണായി അറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് പ്രത്യേകമായ വൈകാരിക പ്രാധാന്യമുള്ളതായി പറയുന്ന ഒരു കൾച്ചറൽ നറേറ്റീവാണ്. BJPക്ക് ചേരുന്നൊരു കൾച്ചറൽ നറേറ്റീവാണ്, അത് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, അയ്യങ്കാളി എന്ന വലിയ നേതാവിൻ്റെ വലിയ സ്വാധീനം, അതുമാത്രമല്ല മന്നത്ത് പത്മനാഭൻ്റെ ചിന്തകൾ, ഓർമ്മകൾ, ഇതെല്ലാം തന്നെ സമാസമം ചാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. അതുകൊണ്ട് ലക്ഷ്യം നായർ, ഈഴവ, പുലയ, ദളിത് വോട്ടുകൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു എല്ലാം ഹൈന്ദവ മതത്തിൻ്റെ വിവിധ അവാന്തര വിഭാഗങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇത് LDFൻ്റെ കുത്തകയായി അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി തൻ്റെ സംസാരത്തിലൂടെ. അതിനുശേഷമാണ് കടന്നാക്രമിക്കുന്നത്. UDFനെ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ചേരുവയോടുകൂടി തന്നെ LDFനെ ആക്രമിക്കുന്നു. സ്വർണം കട്ടവന് മാപ്പില്ല. അത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരും എന്ന സൂചന തന്നെയാണ് മോദിയുടെ പ്രഭാഷണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം ഭഗവാന്റെ സ്വത്ത്, സ്വാമി അയ്യപ്പൻ്റെ സ്വത്ത് കട്ടവർക്ക് യാതൊരു രീതിയിലും മാപ്പുണ്ടാവില്ല. നീതിപീഠത്തിന് മുന്നിൽ അവരെ എത്തിച്ചിരിക്കും, അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. ഇപ്പോൾ SIT ആണ് അന്വേഷണം നടക്കുന്നത്. ഒരു തരത്തിൽ സമാന്തരമായി ED അന്വേഷണം നടക്കുന്നു. ED ആണ് കേന്ദ്രത്തിൻ്റെ തുറുപ്പുചീട്ട്. ED ആണല്ലോ. ED സത്യം പറഞ്ഞാൽ സ്വർണം കട്ടതിനെക്കുറിച്ചല്ല, അതിനേക്കാൾ കൂടുതൽ സമ്പത്ത് എങ്ങനെയാണ് ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നത്, അനധികൃതമായ കണക്കിൽപ്പെടാത്ത ധനം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭണ്ഡാരത്തിൽ നിന്നും മോഷ്ടിച്ചത് ഉൾപ്പെടെ, കാണിക്ക ഇടുന്നതിൽ നിന്നും മാറ്റിവെച്ചത്, അടിച്ചു മാറ്റിയത്, വക മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അന്വേഷണമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടക്കുന്നത്. ഇനി അറിയാനുള്ള ചോദ്യം, BJP എന്ന രാഷ്ട്രീയ കക്ഷിയും പ്രധാനമന്ത്രി എന്ന ഭരണത്തലവനും CBI അന്വേഷണത്തിലുള്ള ഇച്ഛാശക്തി കാട്ടുമോ? ഇത് CBI അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെയും ഒക്കെ മുൾമുനയിൽ നിർത്താവുന്ന രീതിയിലേക്ക് ശബരിമല വിവാദം കൊണ്ടെത്തിക്കാൻ BJPക്ക് കഴിയും. അത് മാത്രമല്ല, BJPയുടെ പ്രചരണത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തിൽ പ്രധാന പങ്ക് എന്ന് പറയുന്നത് BJPയുടെ മുദ്രാവാക്യത്തിന് വികസനവും വിശ്വാസവും. അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ കർശനമായ നിലപാടും. അതുകൊണ്ട് ശബരിമല വിഷയം കോൺഗ്രസും UDFും കൊണ്ടുപോയി എന്ന് വരുന്നത് BJPക്ക് ദോഷമാണ്. കട്ടയ്ക്ക് കോൺഗ്രസിനോടും UDFിൻ്റെ സംവിധാനത്തോടും മാച്ച് ചെയ്യുന്ന രീതിയിൽ BJPയും ആ വിഷയത്തിൽ പ്രചരണം മുറുക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം നൽകുന്ന സൂചന. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ, ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാം തന്നെ പാക്ക പോളിറ്റിക്സാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? തിരുവനന്തപുരത്തെ ജനം പ്രതീക്ഷിച്ചത് എന്താണ്? കേരള ജനത പ്രതീക്ഷിച്ചത് എന്താണ്? പ്രധാനമന്ത്രിയിൽ നിന്നും നന്ദി സൂചകമായി ആദ്യമായി പ്രഥമമായി ഒരു കേരളത്തിലെ ഒരു കോർപ്പറേഷൻ BJPക്ക് തലസ്ഥാന നഗരിയിലെ ആളുകൾ സ്നേഹപൂർവ്വം നൽകുകയാണ്. വൻപൻ പ്രതീക്ഷയോടുകൂടി
അവരുടെ മനസ്സിനെ മഥിക്കുന്നത് BJPയുടെ പ്രത്യയശാസ്ത്രം ഒന്നുമല്ല. വികസനത്തിൻ്റെ രാഷ്ട്രീയം BJP പറയുന്നു, അത് നല്ലത്. വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ BJP പറഞ്ഞൊരു കാര്യമുണ്ട്, ഡബിൾ എൻജിൻ ഗവൺമെൻറ്. അത് പൊതുവേ കേന്ദ്രം സംസ്ഥാനം, അതാണ് ഡബിൾ എൻജിൻ എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണല്ലോ കോർപ്പറേഷൻ. അപ്പോൾ കോർപ്പറേഷനിലേക്ക് കേന്ദ്രത്തിന് നേരിട്ടെത്തിക്കാവുന്ന കാര്യങ്ങൾ ഘടനാപരമായ തടസ്സങ്ങളുണ്ട്. നേരിട്ട് ഈ ഒരു കോർപ്പറേഷനിലേക്ക് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധ എത്തുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, ഇടനിലയുണ്ട്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ലെയറുകളൊന്നും ബാധകമാകാത്ത കാര്യമാണല്ലോ റെയിൽവേയുടെ കാര്യം. നോക്കൂ, 4 ട്രെയിനുകൾ തന്നു എന്ന് പറയുമ്പോൾ സാധാരണയായി വരുന്നത് തന്നെയാണ്. ഇപ്പോൾ പണ്ടൊക്കെ ബഡ്ജറ്റിലാണ് പല പ്രഖ്യാപനങ്ങളും വരുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിന് പുറമെ പലതും വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ കേരളത്തിന് അനുവദിച്ചത് ബഡ്ജറ്റിലെ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ്. ബഡ്ജറ്റ് സമയത്ത് നമ്മൾ നിരാശയിലായിരുന്നു, കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് സമയത്ത്. അത് ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് ഒന്നുമില്ല, കേന്ദ്ര ബഡ്ജറ്റിനോടൊപ്പം തന്നെയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അങ്ങനെ വന്ദേ ഭാരത് ട്രെയിനുകൾ ലഭിച്ചു, കേരളം സന്തോഷപൂർവ്വം തന്നെ സ്വീകരിച്ചു. കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് എന്നറിയാം, റെയിൽവേ കേന്ദ്ര വകുപ്പിൽപ്പെടുന്ന കാര്യമാണ്, സെൻട്രൽ ലിസ്റ്റിലെ ഐറ്റമാണ്, പോർട്ട്ഫോളിയോ ആണ് റെയിൽവേ എന്ന് അറിയാത്തവരല്ല മലയാളികൾ. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം മുതൽ താമ്പരം വരെയുള്ള ആഴ്ചയിൽ ഒരിക്കലുള്ള അമൃത് ഭാരത് നോൺ AC ട്രെയിനാണ്, സാധാരണക്കാർക്ക് തുച്ഛമായ നിരക്കിൽ സഞ്ചരിക്കാനാവുന്ന ഒന്ന്. മറ്റൊന്ന് ഹൈദരാബാദിന് ഉള്ള ട്രെയിനാണ്, അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. പിന്നെ ഉള്ളത് കന്യാകുമാരി നാഗർകോവിൽ മംഗലാപുരം റൂട്ടിലുള്ള മറ്റൊരു ട്രെയിൻ, അതും ആഴ്ചയിൽ 1 വീതം മാത്രമാണ്. പിന്നെയുള്ള പാസഞ്ചറാണ് ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ, അത് സുരേഷ് ഗോപി ഇഫക്റ്റും ഒക്കെ അതിനോട് ചേർത്ത് വായിക്കാൻ സാധിക്കും. അതൊന്നും വലിയൊരു പ്രഖ്യാപനമല്ല. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഒരു പ്രധാനമന്ത്രി എത്തേണ്ട ആവശ്യമുണ്ടോ? അത് സ്ഥല MP ചെയ്യാവുന്നതാണ്, സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുക്കാവുന്നതാണ് തൃശ്ശൂരെ കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനീയൻ അല്ലെങ്കിൽ ഒരു ജൂനിയർ കേന്ദ്രമന്ത്രി അല്ലെ റെയിൽവേ മന്ത്രി, അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും MP ചെയ്യാവുന്നതേ ഉള്ളൂ. കേരളത്തിൽ നിന്നുള്ള ഒരു BJP MP വേണമെങ്കിലും അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് പ്രധാനമന്ത്രി മാത്രം ഇത്രയിടം വരേണ്ട കാര്യമുണ്ടോ? അതുപോലെ ഇവിടെ പ്രതീക്ഷിച്ചത് എന്താണ്? പിന്നെ കുറച്ച് വികസന പദ്ധതികൾ, കുറച്ച് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊക്കെ പറഞ്ഞു. അത് വളരെ തുച്ഛമായ ഒരു കാര്യമാണ്. 250 കോടി രൂപയോളം മുതൽ മുടക്ക് വരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. അതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്തത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു നിമിത്തമായി, ഇതിൻ്റെ പ്രഖ്യാപനത്തിന് ഒരു നിമിത്തമായി എന്ന് മാത്രം. പക്ഷേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്നും കേരളത്തിന് മരീചികയായിരിക്കുന്നു, എയിംസ്. ഇത് സുരേഷ് ഗോപി പലപ്പോഴും പുലിവാൽ പിടിച്ചിട്ടുള്ളതാണ്. എവിടെയാണ് എയിംസ്? തൃശ്ശൂരാണോ വരുന്നത്, കണ്ണൂരാണോ വരുന്നത്, തിരുവനന്തപുരത്താണോ, ആലപ്പുഴയിൽ എയിംസ് വേണം എന്ന ആലോചനയുണ്ടായി. എവിടെയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരിക? വേണമെങ്കിൽ തിരുവനന്തപുരത്തിന് ഉദാരമായൊരു സംഭാവന എയിംസിൻ്റെ രൂപത്തിൽ പ്രധാനമന്ത്രിക്ക് പ്രഖ്യാപിച്ചിടാമായിരുന്നു. വേണമെങ്കിൽ പറയാം, ഇനി ബഡ്ജറ്റ് വരുന്നു ഫെബ്രുവരി 1-ന്, വേണമെങ്കിൽ ബഡ്ജറ്റിൽ അത് കൊണ്ടുവരാം. പക്ഷെ ബഡ്ജറ്റിൽ പറയുന്നത് വൈകിയല്ലേ? പ്രധാനമന്ത്രി വരുന്നത് ക്രിസ്തുമസ് അപ്പൂപ്പൻ, സാന്റാ ക്ലോസ്, ക്രിസ്മസ് ഫാദർ വരുന്നത് പോലെ സമ്മാന പൊതിയുമായി ആവും എന്ന വലിയ പ്രതീക്ഷ, ന്യായമായ പ്രതീക്ഷയല്ലേ? തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ന്യായമായ പ്രതീക്ഷ തന്നെയല്ലേ? കയ്യും വീശി വന്നു, നല്ല വർത്താനം പറഞ്ഞു പോയി എന്നല്ലല്ലോ. പ്രതീക്ഷയില്ലേ? അത് തെറ്റ് പറയാനാവുമോ? തിരുവനന്തപുരത്തെ ജനങ്ങളെ തെറ്റ് പറയാനാവുമോ? അതുണ്ടായില്ല. എയിംസ് പ്രഖ്യാപനം ഉണ്ടായില്ല. IIT പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. അതൊരിക്കൽ ഒരു IIT ഉള്ള സ്ഥിതിക്ക് മറ്റൊരു IIT കൂടി ആവുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ വേറെ പറഞ്ഞൊരു വാക്കാണ്, ഇപ്പോൾ ഒരു ട്രോളിൻ്റെ നിമിത്തം കൂടിയായി. അത് മറ്റൊന്നുമല്ല, ബ്ലൂ പ്രിൻ്റ്. തിരുവനന്തപുരം ബ്ലൂ പ്രിൻ്റ്, നഗരത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ്, വികസന രൂപരേഖ, വിശദമായ രൂപരേഖ ബ്ലൂ പ്രിൻ്റ് എന്ന രൂപത്തിൽ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തയ്യാറാക്കി അങ്ങ് വെച്ചിരുന്നു എങ്കിൽ പ്രധാനമന്ത്രിക്ക് അതങ്ങോട്ട് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് അതിന് ചുവട് പിടിച്ച് വൻപൻ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യാനുള്ള സുവർണ അവസരമാണ് ഒരുപക്ഷെ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയല്ല, നഷ്ടമായിരിക്കുന്നത് എന്ന് പറയാൻ, മൈൽഡായിട്ട് പറയാനേ ഞാൻ തയ്യാറാവുന്നുള്ളൂ. അതിനുള്ള കാരണമുണ്ട്. ഇതൊരു ധൃതി പിടിച്ചെടുക്കേണ്ട ഒരു തീരുമാനമല്ല. ഓരോ മുക്കിന്മുള്ള BJP പറഞ്ഞൊരു കാര്യമുണ്ട്. നഗരസഭാ അധ്യക്ഷൻ VV രാജേഷ് നല്ലൊരു തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ഒരുപക്ഷെ ശ്രീലേഖ IPS മേയറായി വരും എന്ന പ്രതീതിയുണ്ടായി. ശ്രീലേഖ IPSന് സ്വല്പം ചുരുക്കുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. കഴിഞ്ഞ ദിവസം വേദിയിലും അത് കണ്ടു. വേദിയിൽ മാറി നിൽക്കുന്ന ശ്രീലേഖ IPSൻ്റെ ചിത്രം വൈറലായി. അതിനുള്ള ന്യായീകരണമൊക്കെ, അതിനുള്ള വിശദീകരണമൊക്കെ ശ്രീമതി ശ്രീലേഖ നൽകി.
അത് കൃത്യമായി അച്ചടക്കമുള്ള ഒരു മുൻ പോലീസ് ഓഫീസർ എന്ന നിലയിൽ തനിക്കായി അനുവദിച്ച ഇരിപ്പിടം, ആ ഇരിപ്പിടത്തിൽ താൻ ഇരുന്നു. തന്നെ അങ്ങോട്ട് ക്ഷണിക്കാതെ, മുഖ്യ ഇടങ്ങളിലേക്ക് ക്യാമറ കണ്ണുകൾ എത്തുന്നിടത്തേക്ക് തന്നെ ക്ഷണിക്കാതെ ഇങ്ങനെ പോകാനാവും. അതുകൊണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയെ താൻ തുടരും. അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥയുടെ ഒരു രീതികൾ താൻ പിന്തുടർന്നു എന്ന് മാത്രം. ഫോട്ടോയ്ക്ക് വേണ്ടി രാഷ്ട്രീയക്കാർ ഇട്ടിച്ചു നിൽക്കുന്നിടത്ത് താൻ ഒരുപക്ഷെ ഉണ്ടായില്ല എന്നിരിക്കും. തന്നെ മനസ്സിലാക്കണം എന്ന രീതിയിൽ ശ്രീമതി ശ്രീലേഖ IPS പറഞ്ഞു, നമുക്കതിനൊരു അലവൻസ് കൊടുക്കാം, മാറ്റി നിർത്താം. പക്ഷെ VV രാജേഷ് നല്ല ഒന്നാം തരം ഇംഗ്ലീഷിൽ, ഒരു BJP നേതാവിനൊക്കെ കേരളത്തിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നു, പ്രത്യേകിച്ച് നഗരസഭയുടെ അധ്യക്ഷൻ, മേയർക്ക് സംസാരിക്കാൻ അറിയുന്നു എന്നൊക്കെയുള്ള വലിയ പ്ലസ് പോയിന്റാണ്. സദസ്സിനെ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ്, വലിയ ആക്സെൻറ്റോ ഇൻറ്റൊനേഷനോ അതുപോലെയുള്ള വലിയ ചതുര വടിവിലുള്ള ഇംഗ്ലീഷ് അല്ല എങ്കിൽ പോലും മലയാളിക്ക് മനസ്സിലാകുന്ന സാമാന്യ ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെ ഒപ്റ്റിക്സാണ്, ഇതുകൊണ്ട് എന്താ കേരളത്തിൻ്റെ വികസനം എന്ന് ചോദിച്ചാലില്ല. പക്ഷേ നമ്മൾ ചില നേതാക്കളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായി. ഇവിടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു മോദിക്ക് തന്നെ നന്നായിട്ടറിയാം ഇവിടെ ചില മൂപ്പിളമ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് ചില VV രാജേഷ് എന്തുകൊണ്ട് വിമാനത്താവളത്തിൽ പോയി മോദിക്ക് സ്വീകരിക്കാൻ പ്രോട്ടോകോൾ അനുവാദം നൽകിയില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കല്ലുകടിയായി അവശേഷിക്കുന്നു. ഒക്കെ ശരിയാണെങ്കിൽ പോലും ഭംഗിയായി കാര്യങ്ങൾ ഒപ്പിച്ചു. പക്ഷേ ബ്ലൂ പ്രിന്റ് എവിടെ? എൻ്റെ ഉത്തരം ഇതാണ്. BJP പറഞ്ഞൊരു കാര്യമുണ്ട്, തങ്ങൾ ജയിച്ച 50 മണ്ഡലങ്ങളല്ല, 101 മണ്ഡലങ്ങളിൽ നിന്നും ഇൻപുട്ടുകൾ എടുക്കേണ്ടതുണ്ട്. ലിവിങ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നിട്ട് വിശദമായ പദ്ധതി രൂപരേഖ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണം. അതുകൊണ്ട് ഒരു ഭാഗത്തെയും ഒരു വിഭാഗത്തെയും അവഗണിച്ചു, ഒരു ഏരിയയെ അവഗണിച്ചു എന്ന് വരുന്നത് ശരിയല്ല. വാദത്തിന് വേണ്ടി നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ എത്ര കാലം നീട്ടിക്കൊണ്ട് പോകാനാവും? ബ്ലൂ പ്രിന്റിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അനന്തമായി തിരുവനന്തപുരം വികസനം നീട്ടിക്കൊണ്ട് പോകാനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഹണിമൂൺ പീരീഡാണ്. തിരുവനന്തപുരത്തെ ജനങ്ങളും BJPയും തമ്മിലുള്ള ഒരു ഹണിമൂൺ പീരീഡ്. പക്ഷേ അത് അവസാനിച്ചേ പറ്റൂ. അത് കഴിയുമ്പോൾ ഹാർഡ് റിയാലിറ്റീസിലേക്ക് വരേണ്ടതുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? BJP എന്ന പാർട്ടി കേരളത്തിൽ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട ഇടത്തേക്ക് ഭരണത്തിൽ വരികയാണ്. 2 നഗരസഭകൾ കൊടുത്തു. അത് വലിയ പ്രത്യേകതയൊന്നും ഇല്ലായിരുന്നു. പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും കൊടുത്തു ഭരിക്കാനായി. കുറേ പഞ്ചായത്തുകൾ, 15ഓളം പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം 25ഓളം പഞ്ചായത്തുകളുടെ ഭരണം. ഇതൊന്നും വലിയ കാര്യമായ ഒരു പ്രഭാവമൊന്നും ചെലുത്തിയതായി റിപ്പോർട്ടുകളൊന്നും കണ്ടില്ല. പക്ഷേ തിരുവനന്തപുരം അങ്ങനെയല്ല. അതുകൊണ്ട് മോദിയുടെ വരവിൽ സംഭവിക്കേണ്ടിയിരുന്ന കാര്യം, ഹൈസ്പീഡ് റെയിൽ, അല്ലേ, അതിവേഗ റെയിൽ പാത ഉണ്ടായില്ല. അതുപോലെ ട്രിവാൻഡ്രത്തിനുള്ള അഡീഷണൽ റിംഗ് റോഡ് സംവിധാനങ്ങൾ, വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ, അതുമല്ലെങ്കിൽ ഒരു പുതിയ കപ്പൽ നിർമ്മാണശാല തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം, ഒന്നും വേണ്ട. തീരദേശ മേഖല, മത്സ്യത്തൊഴിലാളികൾ വലിയൊരു വോട്ട് ബാങ്ക് കൂടിയല്ലേ, അവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ. തിരുവനന്തപുരത്ത് വലിയ കോസ്റ്റൽ മേഖലയുള്ളതല്ലേ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ കോസ്റ്റൽ മേഖലയുണ്ട്. ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ നിരാശ ഉണ്ട് എന്ന വാസ്തവം അംഗീകരിച്ചുകൊണ്ട് തന്നെ വരവൻ്റെ ഉദ്ദേശം പൂർണ്ണമായി നന്ദി പറയലാണെങ്കിൽ ആ നന്ദി പറച്ചിൽ കേരള ജനത അംഗീകരിക്കുന്നു. പക്ഷെ കിട്ടാനുള്ളത് തങ്ങൾക്ക് കിട്ടണം. വലിയ വായിൽ സംസാരിക്കുകയും ഈ സംസാരത്തിൽ മാത്രം ഒതുങ്ങുകയും, ഇവിടെ പ്രത്യയശാസ്ത്രം ഭക്ഷിക്കാനുള്ളതല്ല. മനുഷ്യൻ്റെ വയറ്റിലെ വിശപ്പ് മാറണമെങ്കിൽ പ്രത്യയശാസ്ത്രം, അത് ഇടത്ത് വലത് BJP ഭേദമന്യേ വലിയ ഗീർവാണങ്ങളോ തിയറികളോ പ്രത്യയശാസ്ത്രങ്ങളോ പറഞ്ഞാൽ, വർഗീയതയോ വംശീയതയോ ഭാഷയോ ഒക്കെ പറഞ്ഞാൽ വിശപ്പ് മാറില്ല. അവിടെയാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയം BJP കൈവിടാതെ ഇരിക്കുന്നിടത്തോളം കാലം. ബാക്കി കാര്യം, അയ്യപ്പൻ്റെ കാര്യം, സ്വാമി അയ്യപ്പൻ്റെ കാര്യം, മറ്റു കാര്യം, ശ്രീപത്മനാഭൻ്റെ കാര്യം ഒക്കെ തന്നെ നോക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അതൊന്നും ഒരു പാർട്ടി നോക്കേണ്ട കാര്യമല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വികസനത്തിൻ്റെ പന്ഥാവിൽ കേരളത്തിന് ഏറെ മുന്നോട്ട് പോകാനാവും. ഒരു പാർട്ടിയും ചതുർത്ഥിയല്ല. CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ ചതുർത്ഥിയല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്. വികസനത്തിൻ്റെ രാഷ്ട്രീയം ആര് പറഞ്ഞാലും അത് അംഗീകരിക്കും. അതാവണം കേരള മനസ്സ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.